ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഫ്രാൻസിന് യൂറോ കപ്പിൽ ആദ്യ കളിയിൽ തന്നെ കനത്ത തിരിച്ചടിയേറ്റു. തോൽവിയല്ല, മറിച്ച് തങ്ങളുടെ ക്യാപ്റ്റനും കുന്തമുനയുമായ കിലിയൻ എംബാപ്പയ്ക്കേറ്റ പരിക്കാണ് അവരുടെ ആശങ്ക. കൂട്ടിയിടിയിൽ മൂക്ക് തകർന്ന എംബാപ്പയ്ക്ക് കളം വിടാൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. എന്താണ് ഡസൽഡോർഫിൽ സംഭവിച്ചത്? എതിർ ബോക്സിൽ പന്തിനായി ഉയർന്നു ചാടിയ എംബാപ്പയുടെ മുഖം താഴേക്ക് വരുന്നതിനിടെ എതിർതാരം കെവിൻ ഡാൻസോയുടെ തോളിലിടിച്ചു. മുഖം നിറയെ ചോരയുമായിരുന്ന എംബാപ്പയ്ക്ക് ഉടനടി പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മൂക്കിൻ്റെ എല്ല് തകർന്ന എംബാപ്പയുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് ടീം ക്യാമ്പിൽ നിന്നുള്ള സൂചന. കളത്തിന് പുറത്തേക്ക് മാറ്റിയ എംബാപ്പയ്ക്ക് പകരമിറങ്ങാൻ ജെറൂഡ് തയ്യാറായി നിന്നെങ്കിലും കളി തുടരാനാണ് റഫറി ആവശ്യപ്പെട്ടത്. കളി തുടങ്ങിയതോടെ റഫറിയുടെ അനുവാദം കൂടാതെ തിരികെ കളത്തിൽ പ്രവേശിച്ച എംബാപ്പെ അവിടെ കുത്തിയിരുന്നു. റഫറി മഞ്ഞക്കാർഡ് ഉയർത്തി. ഇതോടെ എംബാപ്പയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോച്ച് ദശാംസ് പകരം ജിറൂഡിനെ തന്നെ ഇറക്കി. എന്തിനായിരുന്നു ആ പ്രതിഷേധം? ഫുട്ബോളിൽ നിശ്ചിത സമയം അനുവദിച്ചിരുന്നത് 3 സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമായിരുന്നു. എക്സ്ട്രാ ടൈമിൽ 1. കളിക്കാരുടെ പരിക്ക്, ക്ഷീണം, മറ്റു ചിലപ്പോൾ കളിതന്ത്രങ്ങൾ എന്നിവയ്ക്കൊക്കെയായി പകരക്കാരെ പരീക്ഷിക്കാറുണ്ട്. ഖത്തർ ലോകകപ്പോടെയാണ് പകരക്കാരുടെ എണ്ണം 5 ഉയർത്തിയത്. കളി അധിക സമയത്തേക്ക് നീണ്ടാൽ 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൂടിയാകാം. ആകെ 6 താരങ്ങളെ പിൻവലിച്ച് പകരക്കാരെ ഇറക്കാം. നിശ്ചിത സമയത്തിനും അധിക സമയം തുടങ്ങുന്നതിനുമിടയിലെയും എക്സ്ട്രാ ടൈമിൻ്റെ ഇടവേളയിലെയും സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തില്ല. കോവിഡിനെ തുടർന്ന് താരങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ചുയർന്ന ആശങ്കകളാണ് കൂടുതൽ പകരക്കാരെന്ന നടപടിയിലേക്ക് ഫിഫയെ നയിച്ചത്. ഇത് സ്കോറിങ്ങിലും കളിവേഗത്തിലും മാറ്റമുണ്ടാക്കിയെന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും പെടാത്ത മറ്റൊന്നാണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. കളിക്കാരുടെ തലയ്ക്കേക്കുന്ന പരിക്കും പരിശോധനകളും മത്സരം അനിയന്ത്രിതമായി നീട്ടുന്നുവെന്ന പരാതികൾ സജീവമായതോടെയാണ് ഉടനടി പകരക്കാരൻ എന്ന ആവശ്യമുയർന്നത്. നിലവിൽ ഇത്തരം സാഹചര്യത്തിൽ ഒരു താരം പരിശോധനകൾക്കായി കളം വിട്ടാൽ പകരം ഉടൻ താരത്തെ അനുവദിക്കാതെ കളി തുടരാനാണ് നിയമം പറയുന്നത്. ഇത് ആ ടീമിന് കളിക്കാർ കുറയുന്ന സാഹചര്യം ഉണ്ടാക്കുകയും എതിരാളിക്ക് മേൽക്കൈ നൽകുകയും ചെയ്യും. ഡസൽഡോർഫിൽ എംബാപ്പയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഗുരുതര പരിക്കേറ്റ് മുഖമാകെ ചോരയൊലിച്ചിട്ടും പരിശോധന പൂർത്തിയാക്കി എത്തും വരെ കളി തുടരാനാണ് റഫറി തീരുമാനിച്ചത്. അതൊഴിവാക്കാനാണ് താരം കളത്തിലേക്ക് കയറിയതും ഉടനടി പുറത്തു പോകുന്നതിനായി കുത്തിയിരുന്ന് മഞ്ഞക്കാർഡ് സ്വീകരിച്ചതും കോച്ച് അദ്ദേഹത്തെ സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ അവകാശം ഉപയോഗിച്ച് പിൻവലിച്ചതും. 2021 മുതലാണ് ഫുട്ബോളിൽ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ പരീക്ഷിച്ചു തുടങ്ങിയത്. ഇതിനായി ഇത്തവണ മുതൽ പിങ്ക് കാർഡും റഫറിമാർക്ക് നൽകിയിട്ടുണ്ട്. താരത്തിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റെന്ന് ബോധ്യമായാൽ ഉടൻ തന്നെ പകരക്കാരന് വേണ്ടി റഫറിക്ക് പിങ്ക് കാർഡ് ഉയർത്താം. ഖത്തർ ലോകകപ്പിൻ്റെ ഫൈനലിൽ നടന്ന സംഭവങ്ങളാണ് അതിലേക്ക് നയിച്ചത്. അന്ന് ഫൈനലിൻ്റെ 96-ാം മിനിറ്റിൽ അർജന്റീനയുടെ യൂലിയൻ അൽവാരസുമായി കൂട്ടിയിടിച്ച് തലയ്ക്ക് പരിക്കേറ്റ ഫ്രഞ്ച് താരം അഡ്രിയാൻ റബിയോട്ടി തിരിച്ച് കളത്തിലെത്തിയില്ല. കൺകഷൻ പ്രോട്ടോകോൾ പ്രകാരം പകരക്കാരനെ ഫ്രാൻസ് ഇറക്കി. അത് അനുവദനീയമായ 6 സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ കണക്കിൽ പെടുത്തിയതുമില്ല. മറ്റ് സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൂടിയെടുത്ത ഫ്രാൻസ് ആകെ 7 പകരക്കാരെ പരീക്ഷിച്ചപ്പോൾ അർജന്റീനയ്ക്ക് അന്ന് ഇറക്കാൻ സാധിച്ചത് 6 പേരെ മാത്രമാണ്. ഈ സാഹചര്യം ഒരു ടീമിന് മുൻതൂക്കമുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് ഉടനടി തീരുമാനമെടുക്കാൻ റഫറിക്ക് ഇത്തവണ മുതൽ പിങ്ക് കാർഡ് സമ്മാനിച്ചിട്ടുള്ളത്.